ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് കൈനിറയെ നോട്ടിഫിക്കേഷൻസുമായിട്ട് കേരള PSC വന്നിരിക്കുകയാണ്. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഏകദേശം 5 ഡിപ്പാർട്ട്മെന്റുകളിലായി 6ഓളം പോസ്റ്റുകളിലേക്കാണ് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റുകളും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 553/2025, ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ, ഗ്രേഡ് 3 പോസ്റ്റ് ആണ് വന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് മസ്റ്റ് പോസസ് എനി ഓഫ് ദി ക്വാളിഫിക്കേഷൻസ് മെൻഷൻഡ് ബിലോ. അപ്പോൾ നമ്മൾ SSLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ളത് പാസ്സായിരിക്കണം. അതിനോടൊപ്പം നമ്മൾ ഈ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനോട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനി ഓഫ് ദി ക്വാളിഫിക്കേഷൻസ് മെൻഷൻഡ് ബിലോ എന്നാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ SMT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓവർസീസ് കോഴ്സ് മെക്കാനിക്കൽ 2 ഇയർ കോഴ്സ് ആണ് വരുന്നത്. സെക്കൻഡ് വൺ ഡ്രാഫ്റ്റ്മാൻ കോഴ്സ് മെക്കാനിക്കൽ. തേർഡ് വൺ pass in following subjects under KGTE or MGTE or any other qualification recognized as equivalent thereto. First one applied mechanics higher ആണ്, machine drawing higher ആണ്, heat engine higher, hydraulic and sanitary engineering higher, അതേപോലെ practical plane and solid geometry lower, geometrical drawing lower, mensuration lower. നാലാമത് വന്നിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് ദി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം. അഞ്ചാമത് വന്നിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 2 ഇയർ കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ആറാമത് വന്നിരിക്കുന്നത് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയർ കോഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ എ പാസ് ഇൻ ഫോളോയിങ് സബ്ജക്ട്സ് അണ്ടർ കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ മദ്രാസ് ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഹയർ ഓർ ലോവർ. ഫസ്റ്റ് വൺ മെഷീൻ ഡ്രോയിങ്, ജോമെട്രിക്കൽ ഡ്രോയിങ് ഓർ പ്രാക്ടിക്കൽ പ്ലെയിൻ ആൻഡ് സോളിഡ് ജോമെട്രി. മൂന്നാമത് അപ്ലൈഡ് മെക്കാനിക്സ് അല്ലെങ്കിൽ ഓർ ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഇവയിൽ പറഞ്ഞ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ലാസ്റ്റ് ടൈം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ നമ്മൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ KGTE ജോമെട്രിക്കൽ ഡ്രോയിങ് ലോവറിന് ഇക്വലന്റ് ആയിട്ട് വന്നിരിക്കുന്നത് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതേപോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വന്നിരിക്കുന്നത് BTech ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതേപോലെ BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. ITI ഓർ ITC ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിന് ഇക്വലന്റ് ആയിട്ട് വന്നിരിക്കുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതേപോലെ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇക്വലന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈക്വലൻസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കാറ്റഗറി നമ്പർ 141/2019 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2002 കട്ട് ഓഫ് എന്ന് പറയുന്നത് 85.33 ആണ്. ടോട്ടൽ അഡ്വൈസ് 52 പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 101 പേരുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. കട്ട് ഓഫ് 85.33 ആയിരുന്നു ലാസ്റ്റ് എക്സാമിന് എന്ന് പറയുന്നത്. ഇപ്പം നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ കാറ്റഗറി നമ്പർ 549/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഓർ ഓവർസിയർ ഗ്രേഡ് 2 മെക്കാനിക്കൽ ആണ്. സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത് 31,100 തൊട്ട് 66,800 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അതേപോലെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 36 വരെ തന്നെയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. അതേപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ട്രേഡ് ഓഫ് മെക്കാനിക്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരളയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വലൻസി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ വന്നിരുന്നത് ITI ഓർ ITC ഡീസൽ മെക്കാനിക്ക്, പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, BTech മെക്കാനിക്കൽ സ്ട്രീം പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പം ഇത്രയും ഇക്വലൻസി ആയിരുന്നു ഈ ഒരു പോസ്റ്റിനായിട്ട് ലാസ്റ്റ് ടൈം നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ വന്നിരുന്നത്. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കാറ്റഗറി നമ്പർ 16/2019 ആണ്. അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2021 കട്ട് ഓഫ് 69.67 ആണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 81.67 ആയിരുന്നു. 25 പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. 6 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. 548/2025 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആണ് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 31,100 തൊട്ട് 83,000 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിരിക്കുന്നത്. അവിടെയും നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ്. അതേപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ ദ ട്രേഡ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 2-year കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 2-year കോഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കാറ്റഗറി നമ്പർ 485/2020 അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 27/7/2022 കട്ട് ഓഫ് മാർക്ക് 72.33 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ 598 പേരുണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 503 ഉണ്ട്. അപ്പോൾ 503 അഡ്വൈസ് പോയൊരു പോസ്റ്റാണിത്. നമ്മൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ കാറ്റഗറി നമ്പർ 541/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് വീണ്ടും ഇറിഗേഷൻ തന്നെയാണ്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണിത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 തൊട്ട് 1,15,300 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 തൊട്ട് 40 വരെയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് BSc ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് ദി കേരള യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അല്ലെങ്കിൽ BE ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് ദി മദ്രാസ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്, അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഡിപ്ലോമ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ് ടു എ ഡിഗ്രി, അല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻ A and B ഓഫ് ദി അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അഞ്ചാമതായിട്ട് എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ആസ് ഇക്വലന്റ് ടു BSc ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫ് കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഇത്രയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇക്വലൻസി നോക്കുവാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിന്റെ ഇക്വലൻസി നോക്കുവാണെങ്കിൽ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനായിട്ട് BTech പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതേപോലെ BTech മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. BTech മെക്കാനിക്കൽ സ്ട്രീം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിനും ഇതിന് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 2021 നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 18/6/2026 ആണ്. കട്ട് ഓഫ് 69.67, മാക്സിമം മാർക്ക് വന്നിരിക്കുന്നത് 81.67 ആണ്. ടോട്ടൽ അഡ്വൈസ് 15, മെയിൻ ലിസ്റ്റിൽ 17 പേരുണ്ടായിരുന്നു. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കേരള പോർട്ട് സർവീസിലേക്കാണ്. അതേപോലെ കാറ്റഗറി നമ്പർ 539/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് തന്നെയാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 തൊട്ട് 1,15,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് BTech ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ഫ്രം എ UGC ഓർ AICT recognized യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ or institution established by the government of Kerala, or അല്ലെങ്കിൽ diploma in mechanical engineering from an institution recognized by AICT and 5 years experience in the construction and maintenance of sea-going or inland vessels. ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ 536/2025 ആണ്. ഹെൽത്ത് സർവീസിലേക്കാണ്. സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 59,300 തൊട്ട് 1,20,900 രൂപ വരെയാണ് വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 44 ഇയേഴ്സ് ആസ് ഓൺ 1/1/2025. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വന്നിരിക്കുന്നത് എ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള or diploma in mechanical or automobile engineering recognized by the government of Kerala. അതിന്റെ കൂടെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓഫ് എ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഇൻ ബോഡി ബിൽഡിംഗ് ഫോർ എ period of not less than 5 years in the case of those holding a degree and 8 years in the case of those holding in a diploma. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് എക്സ്പീരിയൻസ് കൂടി ആവശ്യമുണ്ട്. അതായത് ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ 5 വർഷത്തെയും അതേപോലെ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ 8 വർഷത്തെയും എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിനായിട്ട് വേണ്ടത്.
ഇപ്പോൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 5ഓളം ഡിപ്പാർട്ട്മെന്റുകളിൽ 6ഓളം നോട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് ജോലി നേടാനുള്ള ഒരു കറക്റ്റ് ടൈം ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കറിയാം PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നു, ഉടൻ തന്നെ അതിന്റെ എക്സാംസും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്മിത്തിയുടെ കേസ് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെയാണ് അതിന്റെ എക്സാം ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെയും എക്സാംസ് ഒക്കെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം വളരെ നേരത്തെ തുടങ്ങേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കുള്ള എല്ലാം കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതേപോലെ ഓവർസിയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആയ KW ഓപ്പറേറ്റർ, അതേപോലെ AMVA തുടങ്ങിയ ബാച്ചുകളിലേക്കും നമ്മൾ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ ഒരു കോംബോ ഓഫറിലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട റൈറ്റ് ടൈം ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾക്കറിയാം നമ്മളൊരു ലാസ്റ്റ് 3 വർഷമായിട്ട് നിരവധി ടെക്നിക്കൽ PSC എക്സാമുകളിൽ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്നത്. ഇപ്പം മെക്കാനിക്കലിന്റെ കേസിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോഴും, അതേപോലെ ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോഴും, അതേപോലെ കഴിഞ്ഞ AMVയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോഴും ഒക്കെ ടോപ്പ് റാങ്കേഴ്സ് ആയിട്ട് ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ AMVയുടെ ലിസ്റ്റിൽ നിന്ന് പലരും ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിലും ടോപ്പ് റാങ്കേഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കൂടെ ചേർന്ന് പഠിച്ച് നിങ്ങൾക്ക് നാളെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ എത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നമുക്ക് ഡെമോ ക്ലാസ്സസ് കാണുന്നതിനായിട്ട് നമ്മൾ ആപ്പ് ലിങ്കും കോഴ്സ് ലിങ്കും നമ്മൾ കമന്റ് സെക്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.